ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 27 ശ്ലോകം 6. ദേവന്മാരും അസുരന്മാരും ഒരേ മനസ്സോടുകൂടി സന്തോഷിച്ച് മന്ദരപർവ്വതം പൊക്കിക്കൊണ്ടുവന്നു. അഹങ്കാരം കൂടിയതുകൊണ്ട് മന്ദരം താഴത്തു വീണു. കുറേ ആൾക്കാരുടെയൊക്കെ കൈയും കാലും മേലും ഒക്കെ ഒടിഞ്ഞു നാശമായി. പക്ഷേ അപ്പോഴേക്കും അവിടെ ഭഗവാൻ ഗരുഡാരൂഢനായി എത്തി. ഭഗവാന്റെ ആ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടത്താൽ എല്ലാവരും പൂർവ്വസ്ഥിതിയിലായി. മന്ദരത്തിനെ ഭഗവാൻ ഗരുഡൻ്റെ മുകളിൽ കയറ്റി വെച്ച് പാലാഴിയിൽ കൊണ്ടുചെന്ന് വെച്ചു. വാസുകിയെ കൊണ്ടുവന്ന് കയറാക്കി ചുറ്റി ദേവന്മാരെ വാലുഭാഗവും അസുരന്മാർ തലഭാഗവും പിടിച്ച് സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അവരത് പിടിച്ചു വലിക്കാൻ തുടങ്ങി, കടയാൻ തുടങ്ങി. ഔഷധികളൊക്കെ ഇട്ടതുകൊണ്ട് പാലാഴിക്ക് വലിയ ഔഷധ ഗുണം വന്നു ചേർന്നു. ആ സമയത്ത് അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നി. നോക്കിയപ്പോൾ വാലും തലയും പാമ്പും മാത്രമുണ്ട് കയ്യിൽ, പർവ്വതം കാണാനില്ല. വല്ലാത്ത വിഷമായി. എല്ലാവരുടെയും മുഖം വിഷണ്ണമായി. പാട്ടും നിന്നു, ഒക്കെ നിന്നു. ആ സമയത്ത് വീണ്ടും ഭഗവാനെ തന്നെ ചിന്തിച്ചു. ഭഗവാൻ അവിടെ ഓടിയെത്തി. അവിടുന്ന് പാലാഴിയുടെ ഉള്ളിലെ ഒരു ആമയായിട്ട് പർവ്വതത്തിൻ്റെ അടിയിൽ ആ മണലിൽ ചെന്നു എന്നാണ് ഈ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം നോക്കാം. ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. ഭഗവാന്റെ കൂർമാവതാരാണ്. അർത്ഥം നോക്കാം. തദാനീം, ആ സമയത്ത് അവരങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന പാലാഴിയെ കടയുന്ന സമയത്ത് ക്ഷുഭിത ജലോദരെ, വെള്ളം ആകെ ഇളകി മറിയുന്ന ആ പാലാഴിയിൽ ഗുരുതര ഭാരത, വലിയ ഭാരം കൊണ്ട് ക്ഷുബ്ധാബ്ദ്രൗ നിമഗ്നെ, ആ മന്ദരപർവ്വതം ഇളകിമറിയുന്ന വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ദേവേഷു വ്യഥിതതമേഷു, ദേവന്മാർ അസുരന്മാരും വല്ലാതെ ദുഃഖിച്ചു. തത് പ്രിയൈഷി, എപ്പോഴും പ്രിയം ചെയ്യുന്നവനായ ഭഗവാൻ. ത്വം കഠോരപൃഷ്ടാം കമഠതനും പ്രാണൈഷി, കടുപ്പമേറിയ പുറന്തോടുകൊണ്ട് കൂടിയ ഒരു കമഠത്തിൻ്റെ ആമയുടെ രൂപത്തെ സ്വീകരിക്കുകയും ചെയ്തുവല്ലോ. ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിൽ ഉണ്ണിഗണപതിയുടെ കാര്യം കൂടിയും പറയുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇങ്ങനൊരു വിഘ്നം സംഭവിച്ചത് എന്ന് ഭഗവാൻ ആലോചിച്ചപ്പോൾ ഇത് വിഘ്നേശ്വരൻ്റെ പ്രവൃത്തി തന്നെയാണ് എന്ന് കരുതുകയും ആവശ്യമുള്ള പൂജ ഭഗവാന് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആമയായിട്ട് രൂപം ധരിച്ചത്. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ അവിതദാഭിസന്ധി കൃത്വാ വപു, അങ്ങനെ പറയുന്നുണ്ട്. പ്രശ്നമൊക്കെ മാറാനായിട്ട് ഗണപതിക്ക് വേണ്ട പൂജകൾ ചെയ്തതിന് ശേഷമാണ് കാച്ഛപം അദ്ഭുതം മഹത് രൂപം ധരിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ ആമയുടെ വേഷം ഭഗവാൻ എടുത്തത്. തദാനീം, അങ്ങനെ പാലാഴിയിൽ മന്ദരപർവ്വതം ഇട്ട് വാസുകി കയറാക്കി കടയുന്ന ആ സമയത്ത് ക്ഷുഭിത ജലോദരേ ദുഗ്ധാബ്ദൗ, വെള്ളം ഇങ്ങനെ ഇളകിമറിയുന്ന ദുഗ്ധാബ്ദൗ, പാലാഴിയിൽ ഗുരുതര ഭാരത ക്ഷുബ്ധ അദ്രൗ, ഭാരം ഏറിയ ആ മന്ദരപർവ്വതം നിമഗ്നേ, താഴ്ന്നുപോയി. ദേവേഷു വ്യഥിതതമേഷു, ദേവന്മാരെ ഏറ്റവും ദുഃഖിച്ചു. തത്പ്രിയൈഷി ത്വം, അവർക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച ഭഗവാൻ. കഠോരപൃഷ്ടാം കമഠതനും പ്രാണൈഷി, കടുപ്പമേറിയ പുറത്തോടുകൂടിയ ആമയുടെ രൂപത്തെ ധരിച്ചുവല്ലോ. ഭഗവാന്റെ കൂർമാവതാരത്തിന് നമസ്കാരം.
ഭഗവാൻ ധാരാളം അവതാരങ്ങൾ എടുത്തതായിട്ട് പറയുന്നുണ്ട്. എപ്പോഴൊക്കെ പ്രപഞ്ചത്തിന് രക്ഷയായിട്ട് ഭഗവാന്റെ ആവശ്യമുണ്ടോ അതാത് രൂപം ധരിച്ച് ഭഗവാൻ അവിടെ എത്തും. ഇവിടെ ഇതാ ആമയുടെ രൂപം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവതാരങ്ങളിൽ 28 പ്രധാനമായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. അതിലും വെച്ച് പ്രധാനമായിട്ട് ദശാവതാരം എന്നാണ്. അപ്പോൾ ആമയുടെ അവതാരമൊക്കെ വളരെ കുറച്ച് സമയത്തിനുള്ളതാണ്. എന്തായാലും ഈ ലോകത്തിൽ തന്നെ കാണുന്ന അതീവ മഹാത്മ്യമേറിയിട്ടുള്ള ജനങ്ങൾ തന്നെ ഭഗവാന്റെ അംശാവതാരങ്ങൾ തന്നെയാണ്. ഓരോ സന്ദർഭത്തിലും അനുഗ്രഹങ്ങൾ നൽകാൻ അവരെത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ ഭഗവാൻ ആമയായി അവതരിച്ച് ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ സഹായിച്ച് മന്ദരപർവ്വതത്തിനെ പൊക്കിക്കൊണ്ടുവരികയാണ്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ഠാം. 7ാമത്തെ ശ്ലോകവും ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അതികഠിനമായിട്ടുള്ള പുറന്തോടോടു കൂടിയിട്ടുള്ള ആമ ആയി അവതരിച്ച ഭഗവാൻ തൻ്റെ ശരീരം കൊണ്ട് മണ്ണിൻ്റെ അടിയിൽ കൂടി സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് തൻ്റെ ആ കട്ടിയേറിയ പുറന്തോട് കൊണ്ട് പർവ്വതത്തിനെ അങ്ങോട്ട് ഉയർത്തി. ദേവന്മാർക്കും അസുരന്മാർക്കൊക്കെ അത്ഭുതമായി. അയ്യോ, ഇതേ താന്നു പോയ പർവ്വതം പൊങ്ങി വരുന്നു എന്നവർ പറഞ്ഞു. സന്തോഷത്തോടു കൂടി താഴോട്ട് നോക്കിയപ്പോൾ ഭഗവാൻ ആമയായി അവതരിച്ചതാണെന്ന് മനസ്സിലായി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവർ വീണ്ടും കടയാനായിട്ട് തുടങ്ങി. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. അർത്ഥം നോക്കാം. ഹേ വിഷ്ണു, ഭഗവാൻ എല്ലാ ദിക്കിലും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര വിഷ്ണു. വജ്രാദി സ്ഥിരതര കർപ്പരേണ, വജ്രാദി വജ്രത്തിനേക്കാളും കൂടുതൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു വജ്രം ആണല്ലോ. ആ വജ്രത്തിനേക്കാളും ഉറപ്പുള്ള പുറത്തെ തൊണ്ടോട് കൂടിയിട്ടുള്ളതും വിസ്താരാത് പരിഗത ലക്ഷയോജനേന, 1,00,000 യോജനയേക്കാളും വിസ്താരമുള്ളതും അംബോധേ കുഹരഗതേന, സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെ മണ്ണിൽ ഉഴ്ന്ന് ഇറങ്ങിയിട്ടുള്ളതും ആയ വർഷ്മണ, തൻ്റെ ശരീരം കൊണ്ട് ത്വം അവിടുന്ന് നിർമഗ്നം ക്ഷിതിധരനാഥം എന്ന് പറഞ്ഞ പർവ്വതം, ക്ഷിതിധരനാഥൻ നിർമഗ്നനായി താഴ്ന്നുപോയി. ആ താഴ്ന്നുപോയി മണ്ണിലേക്ക് താഴ്ന്നുപോയ ആ പർവ്വതത്തിനെ അടിയിൽ കൂടി ചെന്ന് ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് ഉന്നിനേധ ഉയർത്തിയല്ലോ. എപ്പോൾ അധർമ്മം പൊങ്ങി വരുന്നു അവിടെ ഭഗവാൻ വന്ന് അതിനെ താഴ്ത്തും, ധർമ്മത്തെ രക്ഷിക്കും എന്നല്ലേ. ഇവിടെ അതുപോലെ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി, ജരാനരകൾ മാറ്റാൻ വേണ്ടി, അമൃത് ലഭിക്കാൻ വേണ്ടി ഭഗവാൻ കൂർമാവതാരം സ്വീകരിച്ച് എത്രയോ കഠിനമായ പ്രവൃത്തിയാണ്. ആ മന്ദരപർവ്വതത്തിൻ്റെ അടിയിലേക്ക് ഊർന്നിറങ്ങി പാലാഴിയിലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി ആമയായി ചെന്ന് ആ താഴ്ന്നു പോയ പർവ്വതത്തിനെ സാവധാനം പൊക്കി വേണ്ട വിധത്തിലാക്കി കൊടുത്തു. ഹേ വിഷ്ണു, എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ, വജ്ര അതി സ്ഥിരതര കർപ്പരേണ, വജ്രത്തെക്കാളും സ്ഥിരതയുള്ളതായ ഉറപ്പുള്ളതായ പുറന്തോടോടുകൂടിയതും വിസ്താരാത് പരിഗതലക്ഷയോജനേന, ലക്ഷക്കണക്കിന് യോജന വിസ്താരമുള്ളതും അംബോധേ കുഹരഗതേന വർഷ്മണ, സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഗുഹ പോലെ സ്ഥിതി ചെയ്യുന്ന ആ അന്തർഭാഗത്തുള്ളവനും ആയ വർഷ്മണ, ആ വലിയ ശരീരത്തോടു കൂടിയ ത്വം അവിടുന്ന് ഭഗവാൻ നിർമഗ്നം ക്ഷിതിധരനാഥം, താഴ്ന്നു പോയതായ നിർമഗ്നമായ ക്ഷിതിധരനാഥനെ, പർവ്വതശ്രേഷ്ഠനായ മന്ദരത്തെ ഉന്നിനേധ ഉയർത്തി.
ശ്ലോകം ഒന്നും കൂടി നോക്കാം. വജ്ര അതി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേ